കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. ആരാധനയുടെ ശക്തിയെക്കുറിച്ച് നാം അടുത്തതായി ചിന്തിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ പല പ്രകാരത്തിൽ ആരാധിക്കുന്നുണ്ട്. എന്നാൽ താൻ ആരാധിക്കുന്ന ആ ആരാധനയിൽ യഥാർത്ഥമായ ദൈവമഹത്വം വെളിപ്പെടുന്നുണ്ടോ, ദൈവശക്തി ഏറ്റെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ ഇത്യാദി കാര്യങ്ങൾ നാം പലപ്പോഴും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മോശയെ കാണാതായപ്പോൾ ജനം വല്ലാതെ അന്താളിച്ചു. മോശ സീനായി പർവ്വതത്തിലേക്ക് യഹോവയായ ദൈവം മോശയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ആ മോശയെ കാണാതായ സന്ദർഭത്തിൽ അവര് അഹരോനോട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പഴയ നിയമത്തിൽ. അങ്ങനെ അവർ അവരുടെ മുമ്പിൽ കാണത്തക്ക വിധത്തിലുള്ളതായ ഒരു ആരാധനാ വസ്തു അവർക്ക് ആവശ്യമായി. അവർ അനേക അത്ഭുതങ്ങൾ കണ്ടവരാണ്. ചെങ്കടൽ ദൈവം അവരെ കടത്തിയതാണ്. തീക്കൽ പാറയിൽ നിന്ന് ദാഹജലം അവർ കുടിച്ചവരാണ്. മന്ന ഭക്ഷിച്ചവരാണ്. കാടപ്പക്ഷിയെ ഭക്ഷിച്ചവരാണ്. ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ അവർ കണ്ടു. പക്ഷേ അവർ വിശ്വസിച്ചത് ഇതൊക്കെ ചെയ്തത് മോശയാണ് എന്നാണ് അവർ പലപ്പോഴും കരുതിയത്. അതുകൊണ്ട് അവർക്ക് കാണത്തക്ക നിലയിൽ ഒരു ആരാധനാ മൂർത്തി ആവശ്യമാണ് എന്നുള്ള ചിന്തയിലാണ് അവർ ഇപ്രകാരം ആ കാളക്കുട്ടിയെ വാർത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ടതിന് അഹരോനോട് ആവശ്യപ്പെടുന്നതും അഹരോൻ അപ്രകാരമൊക്കെ ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കാഴ്ചയാൽ നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് എന്തെങ്കിലും കണ്ടേ മതിയാകും. എന്നാൽ നാം ദൈവത്തെ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്. സാറാഫുകൾ ദൈവത്തെ കണ്ടിട്ടല്ല ആരാധിക്കുന്നത്. അവർ രണ്ടുകൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. യേശയ്യാവിന് ദൈവം വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കും. ഇത് യെശയ്യാ പ്രവചനം 42:12-13 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു ആരാധനയെക്കുറിച്ച് വ്യക്തമായ ഉപദേശം നൽകി. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 4:23-24 വാക്യങ്ങളിൽ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സമാഗമന കൂടാരത്തിന്റെ പണിയെക്കുറിച്ച് മോശയോട് ദൈവം പറഞ്ഞപ്പോൾ, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്ക് ഒരു വിശുദ്ധ നിവാസം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതിന്റെ നടുവിൽ ഞാൻ ഉണ്ടെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. അപ്പോൾ ദൈവത്തിന്റെ ജനം വിശ്വാസത്താൽ ഒരു 2 പേരാകട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടമാകട്ടെ എവിടെ കൂടി വരുന്നുവോ അവരുടെ നടുവിൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ വാഗ്ദത്ത മശിഹ അല്ലെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ആ ഭാവിയില് പുതുവാന ഭൂമിയിൽ നാം ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21:3 ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും എന്നാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ ഏതെങ്കിലും രൂപങ്ങള്, കുരിശ് അല്ലെങ്കിൽ പൊന്നുകൊണ്ടുള്ള വെള്ളി കൊണ്ടുള്ള വിഗ്രഹങ്ങൾ, ഇതൊക്കെ നിറഞ്ഞ ഒരു ആരാധനാ സമൂഹമാണ് എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ പേരിൽ കൊള്ള നടക്കുന്നു, കവർച്ച നടക്കുന്നു, കോടതികളിൽ വിഷയങ്ങൾ കയറിയിറങ്ങുന്നു. ഇതെല്ലാം കാണുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം പലപ്പോഴും ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്.
ദൈവം യഥാർത്ഥത്തിൽ കടന്നു വരുമ്പോൾ ആ 2-3 പേരുടെ നടുവിൽ കടന്നു വരുന്നതിന്റെ നടുവിൽ അവിടെ രോഗം മാറും, ഭാരം, അതേപോലെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം മാറി യഥാർത്ഥമായ പരിഹാരം അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, സത്യത്തിലും ആത്മാവിലും ജീവിത വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ നടുവിൽ നിശ്ചയമായിട്ടും നമ്മുടെ വാഗ്ദത്ത ദൈവം കടന്നു വരുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തിന്റെ ആരാധനയ്ക്കായി മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല.